ഇന്ന് നമുക്ക് പുതിയൊരു സാലഡ് പരിചയപ്പെടാം. നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളൊരു ഭക്ഷണം നമ്മുടെ കയ്യിലെടുത്ത് വെക്കുമ്പോഴേ നമ്മൾ ആദ്യം അതിലേക്കൊന്ന് നോക്കണം. ഇതിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നത് എന്താണ്? എൻ്റെ ശരീരത്തിന് ഇതിൽ നിന്ന് എനിക്ക് എന്ത് ലഭിക്കും? അത് എൻ്റെ നാവിന് മാത്രം വേണ്ടിയിട്ടാണോ ഞാൻ ഭക്ഷണം കഴിക്കേണ്ടത്? നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന് ഒരു പുതിയ ഐറ്റവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാവർക്കും അറിയാം. ഇതാണ് വാഴപ്പിണ്ടി. വാഴയുടെ കുല വെട്ടിയതിന് ശേഷം അതിൻ്റെ പോള പൊളിച്ച് കളയുമ്പോൾ അതിൻ്റെ ഭാഗത്തുള്ള ഒരു കാമ്പാണ് വാഴപ്പിണ്ടി. ഇത് നമുക്കറിയാം, ഇതിനേറെ ഔഷധ പ്രാധാന്യമുള്ള ഒരു വസ്തുവാണ് ഈ വാഴപ്പിണ്ടി. അതായത് കിഡ്നി രോഗികൾക്ക്, അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ അസിഡിറ്റി കൂടുമ്പോൾ, യൂറിനറി ഇൻഫെക്ഷൻ പോലെയുള്ള രോഗങ്ങളുണ്ടാകുമ്പോൾ ഇതിനെല്ലാം ഏറെ ഔഷധ ഗുണമുള്ള ഒരു വസ്തുവാണ് ഈ വാഴപ്പിണ്ടി എന്ന് പറയുന്നത്. ഇത് നമ്മൾക്കറിയാം, ഇത് നടുന്ന രീതി അനുസരിച്ച്, അതായത് നമ്മൾ രാസവളങ്ങളും കീടനാശിനികളും ഒക്കെ ഉപയോഗിച്ച് വാഴ നട്ട് അതിൻ്റെ പിണ്ടി എടുത്തെന്നാൽ അത് നമ്മൾക്ക് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മൾ ജൈവ രീതിയിൽ അല്ലെങ്കിൽ പ്രകൃതി കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന വാഴയോ വാഴപ്പിണ്ടിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കേറെ നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്നതാണ്. ഇന്ന് പ്രകൃതി കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിച്ച ഒരു പാളയം തോടൻ വാഴക്കുല വെട്ടി അതിൻ്റെ പിണ്ടി ഉപയോഗിച്ചാണ് ഇന്നൊരു സാലഡ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇതിനായിട്ട് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ ആണ് വാഴപ്പിണ്ടി, ഏറെ നാരുകളുള്ളത്, മുളപ്പിച്ച ചെറുപയർ തലേദിവസം വെള്ളത്തിലിട്ട് വൈകിട്ട് ഊറ്റി വെച്ച് രാവിലെ ആകുമ്പോൾ ചെറിയ മുളയോടുകൂടിയ ചെറുപയർ, പിന്നെ അരി കളഞ്ഞ പച്ചമുളകാണ്. ഇതൊരു പച്ചമുളക് നമ്മുടെ തന്നെ ഇവിടെയുള്ള സാധനമാണ്. അല്പം ഇഞ്ചി, പിന്നെ കറിവേപ്പില, തൈര്. ഇത് നല്ല നമ്മുടെ ഇവിടുത്തെയുള്ള വെച്ചൂർ പശുവിൻ്റെ തൈരാണ്, നല്ല കട്ടിയുള്ള തൈര്, അല്പം ഉപ്പ്. ഈ ഉപ്പ് നമ്മൾ കല്ലുപ്പ് പൊടിച്ച് വെച്ചിരിക്കുന്നതാണിത്. ഇതിൻ്റെ അകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് കല്ലുപ്പ് പൊടിച്ചത് ആണ്. ഇത്രയും സാധനങ്ങളാണ് നമ്മളിതിനായിട്ട് ഉപയോഗിക്കുന്നത്. വാഴപ്പിണ്ടി ഇതിൻ്റെ നാര് നമ്മൾ കളഞ്ഞ് ഇങ്ങനെ വിരലയിൽ ഇങ്ങനെ ചുറ്റിയെടുത്താൽ ഇതിൻ്റെ നാര് നമ്മൾ മാറ്റണം. നാര് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതിനെ മുറിച്ചെടുക്കുന്നു. ഇതിങ്ങനെ ഇതെല്ലാം നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ചുറ്റുമ്പോൾ ഈ നാര് കംപ്ലീറ്റ് പോരും. ചെറിയ നല്ല കനം കുറച്ചെടുക്കണം. എന്നിട്ട് ഈ മുറിക്കുന്ന ഇവിടെയും നാരുണ്ടാകും. ഈ നാര് നമ്മൾ ഇതിൽ നിന്ന് എടുക്കുക. അപ്പോൾ അല്പം പോലും നാര് കാണത്തില്ല. ഇതുകൊണ്ട് ഇതുപോലെ മുറിച്ച് നാര് എടുത്തെടുക്കുക. അതിനുശേഷം നമ്മൾ കയ്യിലുള്ള നാര് മാറ്റി ഇതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയുക. പൊടിയായിട്ട് അരിയണം. നമുക്ക് അല്പം പച്ചമുളക്, ഇത് നമ്മുടെ തൊടിയിൽ നിന്നും പറിച്ചെടുത്ത പച്ചമുളക് തന്നെയാണ്. അതൊന്ന് കീറി അതിൻ്റെ അരി മാറ്റിയെടുക്കുക. ശേഷം ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞിടുന്നു. അടുത്തതായി അല്പം ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് ഇതിനകത്തേക്കിടുന്നു. അടുത്തതായി അല്പം ചെറുപയർ, മുളപ്പിച്ച ചെറുപയർ ഇതിനോടൊപ്പം. ഇത് ജീവനുള്ളൊരു ഭക്ഷണമാണ്. ഇത് സാധാരണ കല്ലുപ്പ് പൊടിച്ചത് അല്പം ചേർക്കുന്നു. ഇനി അടുത്തതായി തൈരാണ്, നല്ല കട്ടിയുള്ള തൈര്. ഇനി നന്നായി മിക്സ് ചെയ്യുന്നു. നന്നായി ഇളക്കി വാഴപ്പിണ്ടിയുമായിട്ട് നന്നായിട്ട് ചേർക്കണം. അവസാനം നമുക്ക് അല്പം കറിവേപ്പിലയും കൂടെ പൊട്ടിച്ചിടാം. ചെറുതായ കഷ്ണങ്ങളായി കീറി അകത്തേക്കിടുക.
നമ്മുടെ വാഴപ്പിണ്ടി സലാഡ് റെഡി.